നമസ്തേ. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞു മതങ്ങൾ എല്ലാം തന്നെ ഏകനായ ദൈവത്തിന്റെ, സർവശക്തനായ ദൈവത്തിന്റെ, കരുണാമയനായ ദൈവത്തിന്റെ, സൃഷ്ടികർത്താവും പരിപാലകനും സംഹാരകനുമായ ദൈവത്തിന്റെ വിവിധ രീതിയിലുള്ള ആവിഷ്കാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ളതാണ്. അപ്പൊ മതങ്ങൾ മാറുമ്പോൾ ദൈവത്തിന് മാറ്റമൊന്നും ഉണ്ടാവുന്നില്ല. ദൈവത്തെ ആരാധിക്കുന്നതിലും ആ ആരാധനയ്ക്കുള്ള അനുഷ്ഠാനങ്ങളിലുമാണ് വ്യത്യാസം വരുന്നത്. ഏത് മതത്തിലും ദൈവം സൃഷ്ടികർത്താവാണ്. മുസ്ലിം മതത്തിൽ അത് ഖാലിദ് എന്ന് പറയുമ്പോൾ ഹിന്ദു മതത്തിൽ ബ്രഹ്മാവ് എന്നും പറയുന്നു, ക്രിസ്ത്യൻ മതത്തില് കർത്താവ് എന്ന് പറയുന്നു. രക്ഷകർത്താവ് എന്ന നിലയിൽ മുസ്ലിംസ് റബ്ബ് എന്ന് പറയുമ്പോൾ ഹിന്ദുക്കൾ വിഷ്ണു എന്ന് പറയുന്നു, ക്രിസ്ത്യാനികൾ യേശു എന്ന് പറയുന്നു. ഇപ്രകാരം ഏകനും സർവശക്തനും കരുണാമയനുമായിരിക്കുന്ന ദൈവത്തിനെ വിവിധ ഭാവങ്ങളിൽ കണ്ടിട്ട് പ്രത്യേകം സിദ്ധാന്തങ്ങൾ ആവിഷ്കരിച്ച് തമ്മിൽ തല്ലുകയാണ്. ഇന്നലെ സോഷ്യൽ മീഡിയയിൽ മിനിയാന്ന ഒരു വീഡിയോ കണ്ട് ഹിന്ദു മതത്തിലെ ദൈവം മാത്രമാണ് ശരി, അല്ലാത്ത ദൈവങ്ങളൊന്നും ശരിയല്ല, മതങ്ങളെല്ലാം ഒന്നല്ല. ഇതൊക്കെ വിദ്വേഷം ജനിപ്പിക്കലായിട്ട് മാത്രമേ നമുക്ക് കരുതാൻ പറ്റൂ. മതങ്ങളെല്ലാം ഒന്നാണ്, എല്ലാത്തിലും പ്രതിപാദിക്കുന്ന ദൈവം ഒന്നാണ്. ആ ദൈവം കരുണാമയനാണ്, സത്യസന്ധനാണ്, സത്യസ്വരൂപനാണ്, കാരുണ്യവാനാണ്, സർവശക്തനാണ്. ഇതെല്ലാം ഒരാൾക്കേ ആകാൻ പറ്റും. സർവശക്തനായി നിൽക്കാൻ ഒരാൾക്കേ പറ്റൂ, മറ്റൊരാൾക്ക് കഴിയില്ല. രണ്ട് സർവശക്തന്മാർ വന്നാൽ അവർ തമ്മിൽ അടിച്ചുകൊണ്ടേയിരിക്കും, ആരും ജയിക്കില്ല. അപ്പൊ ഈ ഒരു പ്രപഞ്ചത്തില് അല്ലെങ്കിൽ സർവപ്രപഞ്ചത്തിലും സർവശക്തനായി ഒരാളേ ഉള്ളൂ. ഏത് മതവും ദൈവത്തിന്റെ സർവശക്ത എന്നാണ് വിളിക്കുന്നത്. പിന്നെ വരുന്ന വ്യത്യാസം ദൈവത്തിന്റെ പരിണാമങ്ങളിലാണ്, രൂപങ്ങളിലെ വ്യത്യാസങ്ങളിലാണ്. അനാദികാലം മുതലേ ഹിന്ദു ധർമ്മം അനുസരിച്ചിട്ടുള്ള, ഹിന്ദു വിശ്വാസം അനുസരിച്ചിട്ടുള്ള ദൈവിക പ്രതിബിംബങ്ങളെ നമ്മൾ എടുക്കുമ്പോൾ മനുഷ്യൻ തന്നെ ആവിഷ്കരിച്ചിട്ടുള്ള അല്ലെങ്കിൽ മനുഷ്യൻ അവന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെടുത്തിയിട്ടുണ്ട് എന്ന് പറയുന്ന ദൈവരൂപ ഭാവങ്ങൾക്ക് വ്യതിയാനം വരുന്നുണ്ട്. അത് ആദി കേശവമൂർത്തി, സ്ഥാണു ആയ ശിവൻ, അങ്ങനെ വളരെ പ്രാചീനമായ ദൈവരൂപങ്ങളെ കാണാം. ഏകദേശം അതുപോലെ പഴക്കം ചെന്ന മറ്റൊരു സംസ്കാരമുണ്ട്, ഗ്രീക്ക് സംസ്കാരം. ഗ്രീക്ക് സംസ്കാരത്തിൽ നമുക്ക് കാണാം വിദ്യാദേവതയെ അധീനയെ കാണാം. ഇന്ദ്രനെ പോലെ മഴമേഘങ്ങളെ അല്ലെങ്കിൽ ഇടിവെട്ട്, മിന്നല് അത് വജ്രായുധമാക്കി ഉപയോഗിക്കുന്ന ജൂപ്പിറ്റർ വേഴനാണ്. ജ്യോതിഷപരമായി വേഴൻ ഹിന്ദു ധർമ്മം അനുസരിച്ച് സർവേശകാരകനാണ്. അപ്പൊ വേഴൻ അല്ലെങ്കിൽ ജൂപ്പിറ്റർ അല്ലെങ്കിൽ ഇന്ദ്രനായിരിക്കുന്ന സ്യൂസിനെ കാണാം. ഹിന്ദുക്കൾക്ക് സമുദ്രത്തിന്റെ ദേവനായ വരുണനുണ്ടെങ്കിൽ അവർക്ക് പെസഡോൺ ഉണ്ട്. നെയ്ത്തിന്റെ ദേവത, വസ്ത്രത്തിന്റെ ദേവത, ആഭരണങ്ങളുടെ ദേവത മിനർവയുണ്ട്. പക്ഷെ അത്തരം ദൈവങ്ങളെ ഇപ്പോഴാരും ആരാധിക്കുന്നില്ല. ആ ആരാധന രീതികൾക്ക് ഒരുപാട് വ്യത്യാസമുണ്ട്. എന്ന് വെച്ച് അന്നുണ്ടായിരുന്ന ദൈവമല്ല ഇപ്പോഴുണ്ടായിരുന്ന ദൈവമാണെന്ന് പറയാൻ പറ്റുമോ? ശാസ്ത്രം പറയും അങ്ങനെ, ശാസ്ത്രജ്ഞരും പറയും, യുക്തിവാദികളും പറയും പണ്ട് ദൈവം വേറെയായിരുന്നു, ഇപ്പോഴാ ദൈവത്തിനൊന്നും അസ്തിത്വമില്ല, ഇപ്പൊ ആൾക്കാരുടെ ദൈവം വേറെയാണ്. കാരണം ഈ ദൈവത്തിന് എക്സിസ്റ്റൻസേ ഇല്ല. ഉണ്ടെന്നൊക്കെ ആൾക്കാർ ചുമ്മാ വിചാരിച്ചുകൊണ്ട് നടന്നാണ് ഓരോരോ ദൈവസങ്കല്പങ്ങളെ കാട്ടിക്കൂട്ടുന്നത് എന്ന്. നമുക്ക് ഈ ശാസ്ത്രീയവാദത്തെ നമുക്ക് സ്വീകരിക്കേണ്ട. കാരണം ഈ ക്വാണ്ടം തിയറി ആവിർഭവിക്കുന്നതിന് മുമ്പ് വരെ ശാസ്ത്രജ്ഞർക്ക് അതിശക്തമായ ഒരു ബോധം ഉണ്ടായിരുന്നു. അവര് പരീക്ഷണങ്ങളിലൂടെ തെളിയിച്ച ഒരു ബോധം. ഇനി ഈ ലോകത്തൊന്നും കണ്ടുപിടിക്കാനില്ല, എല്ലാം കണ്ടുപിടിച്ചു, ഇനി ഒന്നും കണ്ടുപിടിക്കാനില്ല എന്ന് ശാസ്ത്രം വിശ്വസിച്ചിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അതിനുശേഷം ക്വാണ്ടം തിയറി ആവിർഭവിച്ചപ്പോഴെല്ലാം തകടം പറഞ്ഞു, ഇനിയും ഒരുപാട് കണ്ടുപിടിക്കാനുണ്ട്. അങ്ങനെ ഇനിയും ഒരുപാട് കണ്ടുപിടിക്കാനുള്ള അവസ്ഥയിൽ നിന്നുകൊണ്ട് ശാസ്ത്രം പറയണ ദൈവമില്ലെന്ന്. എന്തെങ്കിലും അർത്ഥമുണ്ടോ? നമ്മൾ വയലാറിന്റെ ഒരു കാവ്യം കേട്ടിട്ടില്ലേ? അതിലെ 2 വരികള്, തിരിയുന്ന ഭൂതലം നിശ്ചലം നിന്നെരിയുന്ന സൂര്യന്റെ ചുറ്റുമായി കതിരവ മണ്ഡലം നീങ്ങിയിട്ടിൽ ഇതുവരെ ശാസ്ത്രം പൊളി പറഞ്ഞു. എന്ന് വെച്ചാൽ അന്ന് ഗലീലിയോയുടെ കാലത്ത് മതവും ശാസ്ത്രവും പറഞ്ഞുകൊണ്ടിരുന്നു. അന്ന് മതവും ശാസ്ത്രവും ഒരുമിച്ചാണ് പോയിക്കൊണ്ടിരുന്നത്. മതം എന്ത് പറയുന്നു അത് തന്നെയാണ് ശാസ്ത്രം. എന്ത് പറഞ്ഞു? ഭൂമിയാണ് പ്രപഞ്ചത്തിന്റെ കേന്ദ്രം, സൂര്യൻ ചുറ്റുകയാണ്. അപ്പൊ ഗലീലിയോ പറഞ്ഞ അങ്ങനെയല്ല, ഭൂമിയാണ് ചുറ്റുന്നത്, നിശ്ചലം നിന്നെരിയുന്ന സൂര്യന്റെ ചുറ്റുമായിട്ട് ഭൂമിയാണ് ചുറ്റുന്നത്. തിരിച്ചു പറഞ്ഞത്
കള്ളം ആണ്, ശാസ്ത്രം പറഞ്ഞ കള്ളമാണ്. അങ്ങനെ പല ഘട്ടങ്ങളിൽ അസന്നിഗ്ധമായി ഇനി ഒരിക്കലും മാറ്റി പറയാൻ പറ്റാത്ത വിധം പലപ്പോഴും ശാസ്ത്രത്തിന് സത്യം പറയാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷെ ഒരുപാട് ശാസ്ത്രം സത്യം പറയുന്നു, അതിന്റെ ഗുണങ്ങളെല്ലാം നമ്മൾ അനുഭവിക്കുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് പൂർണ്ണമായും ശാസ്ത്രത്തെ തള്ളിക്കളയണം എന്നല്ല പറഞ്ഞതിന്റെ അർത്ഥം. ശാസ്ത്രം പറയുന്നതിന് എല്ലാ കാര്യത്തിലും പൂർണ്ണമായും നമുക്ക് സ്വീകരിക്കാൻ കഴിയില്ല എന്നേ ഉള്ളൂ. ഇവിടെ ദൈവത്തിന്റെ രൂപപരിണാമങ്ങളിൽ ദൈവമേ ഇല്ല എന്ന ശാസ്ത്രത്തിന്റെ യുക്തികളെ നമുക്ക് തള്ളിക്കളഞ്ഞുകൊണ്ട് വിശ്വാസിയുടെ യുക്തികളിലൂടെയാണ് നമുക്ക് ദൈവത്തെയും പ്രപഞ്ചത്തെയും മതത്തെയും ഒക്കെ വ്യാഖ്യാനിച്ച് മനസ്സിലാക്കാൻ സാധിക്കുക. പല ഘട്ടങ്ങളിലും പല കാര്യങ്ങളും ശാസ്ത്രീയമായി നമുക്ക് വ്യാഖ്യാനിക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല. ഇവിടെ നമുക്ക് പറഞ്ഞല്ലോ, ഗ്രീക്ക് പുരാണങ്ങളിലുള്ള ദേവതകൾ, ആ ദേവതകളും ഓരോ സവിശേഷതകൾ പ്രകടമാക്കിയിരുന്നു. വിദ്യാദേവത, വിദ്യ, അറിവ്, ജ്ഞാനം, അത് ആർക്ക് കൊടുക്കാനാണ്? മനുഷ്യർക്ക് കൊടുക്കാനാണ്. പ്രപഞ്ചത്തിന്റെ മുഴുവൻ വിദ്യ, അതിന് ഒരു ദേവതയെ സങ്കല്പിക്കുകയാണ്. അങ്ങനെ മനുഷ്യൻ ഒരു ദേവതയെ സങ്കല്പിച്ചാൽ സ്വാഭാവികമായി പരബ്രഹ്മത്തിൽ നിന്നും പരമശക്തമായ ദൈവീയ ശക്തിയിൽ നിന്നും അങ്ങനെ ഒരു ദേവതാഭാവം രൂപം കൊള്ളുമെന്നാണ് സനാതന മതം പറയുന്നത്. അപ്പോൾ അങ്ങനെ രൂപം കൊള്ളുന്ന, മനുഷ്യന്റെ വിശ്വാസത്തിന് അധിഷ്ഠിതമായി രൂപം കൊള്ളുന്ന ദൈവസങ്കല്പങ്ങളെയാണ് രൂപപരിണാമങ്ങളായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത്. മാത്രമല്ല, മനുഷ്യന്റെ പരിമിതമായ ക്ഷമതയിൽ നിന്നും ദൈവത്തെ ദർശിക്കുക എന്നുള്ളത് സ്വാഭാവിക രൂപങ്ങൾ സ്വീകരിച്ചാലേ പറ്റൂ. നമുക്ക് ബൈബിൾ നോക്കിയാൽ അറിയാം, മോസസിന്റെ മുമ്പില് ദൈവം അഗ്നിയുടെ രൂപത്തിലാണ് പ്രത്യക്ഷപ്പെട്ടത്. ദൈവം ആക്ച്വലി അരൂപിയാണ്, രൂപമില്ലാത്തവനാണ്. ജലവും രൂപമില്ലാത്തതാണ്. ജലത്തിന്റെ രൂപം ഒന്ന് നമുക്ക് നിർവചിക്കാൻ പറ്റുമോ? പക്ഷെ ജലത്തിനെ ഒരു വട്ടപാത്രത്തിലെടുത്ത് ഫ്രീസറിൽ വെക്കുക, ഒരു ചതുര പാത്രത്തിലെടുത്ത് ഫ്രീസറിൽ വെക്കുക, എന്തുണ്ടാവും? വട്ട ഐസ് കട്ടയും കിട്ടും, ചതുര ഐസ് കട്ടയും കിട്ടും. ഇത് രൂപമില്ലാത്ത ജലം രൂപം ആർജിച്ചതാണ്. ആർജിച്ചത് ആ ജലം എടുത്ത പാത്രത്തിന്റെ ആകൃതിയിലാണ്. അതുപോലെ ദൈവം രൂപം ആർജിക്കുന്നത് ആ ദൈവത്തെ ആശ്രയിച്ച് വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നവരുടെ മനസ്സ് സങ്കല്പിക്കുന്ന രൂപത്തിലാണ്. അങ്ങനെ ദൈവം ആ രൂപത്തിൽ വരുമോ വരില്ലേ? ഹിന്ദുമതം പറയുന്നത് വരുമെന്നാണ്. ക്രിസ്ത്യൻ മതത്തിൽ പ്രസ്താവ്യമുണ്ട്, അഗ്നി രൂപത്തിൽ ദൈവം പ്രത്യക്ഷപ്പെട്ടു, യേശുവിന്റെ രൂപത്തിൽ ദൈവം വന്നു. ഒരുപാട് പ്രാവശ്യം ക്രിസ്ത്യൻ സംഹിതകൾ പറയുന്നുണ്ട്, ഈ 10 കൽപ്പനകളിൽ പറയുന്നുണ്ട്, ഒന്നിന്റെ രൂപം ഉണ്ടാക്കരുത്. ഒന്നിന്റെ രൂപം ഉണ്ടാക്കാതെ ആർക്കും മുന്നോട്ട് പോകാൻ പറ്റില്ല. മാത്രമല്ല, മോസസ് ഇസ്രായേൽ ജനങ്ങളെയും കൊണ്ട് കാനാൻ ദേശത്തേക്ക് യാത്ര പോയപ്പോൾ അവിടെ സർപ്പത്തിന്റെ പാമ്പുകളുടെ ആക്രമണം ഉണ്ടായപ്പോഴ് ദൈവത്തിന്റെ കൽപ്പനയുണ്ടായി, നിങ്ങൾ നാഗത്തിന്റെ രൂപം, സർപ്പത്തിന്റെ രൂപം ഉണ്ടാക്കി ഉയർത്തി കാണിക്കൂ. ഉണ്ടാക്കരുതെന്ന് പറഞ്ഞ ദൈവം തന്നെ ഇത് ഉണ്ടാക്കാൻ പറഞ്ഞു. ഇത് വൈരുദ്ധ്യമായിട്ടല്ല ഞാൻ എടുത്ത് പറയുന്നത്. ദൈവകൽപ്പനയിൽ രൂപമുണ്ടാക്കരുത് എന്ന് പറഞ്ഞതിനെ ശരിയായ വിധേയത്തിലല്ല ജനസമൂഹം സ്വീകരിച്ചത് എന്നാണ്. കാരണം ദൈവത്തിന് ഏത് രൂപവും ആർജിക്കാനുള്ള ശക്തി, കഴിവ് ഉണ്ട്. ആ ശക്തിയും കഴിവും ഇല്ലാത്ത ആളാണ് ദൈവം. ദൈവം രൂപമില്ലാതെ മാത്രമേ ദൈവത്തിന് ഇരിക്കാൻ പറ്റൂ എന്നത് സത്യമാണെങ്കിൽ ആ ദൈവത്തിനെ സർവശക്തൻ എന്ന് വിളിക്കാൻ പറ്റുമോ? ഒരിക്കലും പറ്റില്ല. ദൈവത്തെ സർവശക്തൻ എന്ന് വിളിക്കണമെങ്കിൽ ദൈവത്തിന് ഏത് രൂപവും ആർജിക്കാൻ കഴിയും എന്ന സിദ്ധാന്തത്തെ നമ്മൾ അംഗീകരിച്ചേ പറ്റൂ. 4 കൈയുള്ളവനായിട്ടും ശംഖും ചക്രവും ഗതയുള്ളവനായിട്ടും അഗ്നി സ്വരൂപനായിട്ടും ഒക്കെ ദൈവത്തിന് രൂപം കൈക്കൊള്ളാൻ കഴിയും. കാരണം എന്തും കഴിയുന്നവനാണ് ദൈവം. എന്തും കഴിയാത്തവനാണെങ്കിൽ ദൈവത്തിന് ഒരു രൂപം ദൈവത്തിൽ നിന്ന് തന്നെ പകർന്നു കിട്ടിയതോ അല്ലെങ്കിൽ ജനം ചിന്തിച്ചാവിഷ്കരിച്ചതോ ആയ രൂപരഹിതമായ ഒരു വസ്തുത എന്നതാണെങ്കിൽ ദൈവത്തിന് സർവശക്തിത്വം ഇല്ല എന്ന് വരും. അപ്പൊ ദൈവം സർവശക്തനാകണമെങ്കിൽ ഒപ്പം ദൈവത്തോടൊപ്പം എന്ത് പറഞ്ഞാലും അതെല്ലാം സാധ്യമാക്കാൻ കഴിവുള്ളവനാണ് എന്നതാണ് അർത്ഥം. അപ്പൊ വിജ്ഞാനമില്ലാത്ത ഒരു വിശ്വാസി ദൈവത്തെ എന്ത് രൂപത്തിൽ ആർജിച്ചാലും, എന്ത് രൂപത്തിൽ ആശ്രയിച്ചാലും, എന്ത് രൂപത്തിൽ പൂജിച്ചാലും ആ ദൈവത്തിന് ആ രൂപത്തിൽ വന്നേ തീരൂ. കാരണം ദൈവത്തിന്റെ ഏറ്റവും വലിയ ഗുണമാണ് ആരാധിക്കുന്നവരുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടുക എന്നുള്ളത്. അപ്പൊ പ്രത്യക്ഷപ്പെടുക എന്ന് വെച്ചാൽ പ്രകടമാകണം. പ്രകടമാകാൻ ഒരു രൂപം വേണം. യഹോവയ്ക്കും പ്രകടമാകാൻ അഗ്നിയുടെ രൂപം സ്വീകരിക്കേണ്ടി വന്നു. പിന്നെ മൊത്തം ജനങ്ങളോട്
സഹവസിച്ച് അവരെ നേർവഴിക്ക് നയിക്കാൻ യേശുവിന്റെ രൂപം ആർജിക്കേണ്ടി വന്നു. ഈ യേശുവും യഹോവയും ഒക്കെ ബൈബിളിലുള്ളതാണ്. തീർച്ചയായിട്ടും മുസ്ലിം വിഭാഗം ബൈബിളിനെ അംഗീകരിക്കുന്നുണ്ട്. അത് ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. മുൻ പുസ്തകം ബൈബിളാണെന്നും അതിനു മുമ്പത്തെ പുസ്തകം തോറയാണെന്നും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ദൈവത്തിന്റെ രൂപപരിണാമങ്ങൾ വസ്തുതാപരമായി ശരിയായ ഒരു കാര്യമാണ്. അതല്ലാന്ന് നമ്മൾ പറഞ്ഞാൽ ഒരിക്കലും നമുക്കത് സ്വീകരിക്കാൻ കഴിയില്ല. നമുക്ക് സ്വീകരിക്കാൻ കഴിയില്ല എന്നുള്ളത് കൊണ്ട് അത് ശരിയാകണമെന്നില്ല. പക്ഷേ മതസിദ്ധാന്തങ്ങളെ പരിശോധിച്ചാൽ കൃത്യമായും മനസ്സിലാകും, ദൈവം സർവശക്തനായതുകൊണ്ട് ഏത് രൂപം ആർജിക്കാനും ദൈവത്തിന് തടസ്സം ഉണ്ടാവില്ല. നമ്മള് നോഹയുടെ പെട്ടകത്തിന്റെ മുമ്പേ കെരൂബുകൾ എന്ന് പറയുന്ന ദൈവത്തിന്റെ ഇരിപ്പിടങ്ങളെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. കാരണം ദൈവത്തിന് വന്നിരിക്കാനായിട്ട് എന്നാണ് പറയുന്നത്. സ്വാഭാവികമായിട്ട് സനാതന മതത്തിലെ സർവ്വ വിഗ്രഹങ്ങളും ദൈവങ്ങളല്ല. ദൈവങ്ങളെ വിളിച്ചു വരുത്തി ഇരിപ്പിടമാക്കേണ്ടതാണ് വിഗ്രഹം. വിഗ്രഹത്തിലേക്കാണ് വിളിക്കുന്നത്. അതാണ് സനാതന മതത്തിലെ പൂജകളിൽ ആവാഹനം എന്ന് പറയുന്ന ഒരു ക്രിയയുള്ളത്. ആവാഹിക്കുക എന്ന് പറഞ്ഞാൽ വിളിച്ചു വരുത്തുക. ദൈവത്തിനെ അതിന്റെ പരമമായ ധാമത്തിൽ നിന്നും മനുഷ്യ സങ്കല്പത്തിൽ ഒതുങ്ങുന്ന സ്വഭാവത്തിൽ മനുഷ്യൻ സങ്കല്പിച്ച ഒരു ഇരിപ്പിടമാകുന്ന വിഗ്രഹത്തിലേക്ക് ആവാഹിച്ചു വരുത്തുകയാണ്. അപ്പൊ മതസിദ്ധാന്തങ്ങളെ സൂക്ഷ്മമായി പരിശോധിക്കുക. ദൈവത്തിന് ഒരുപാട് രൂപപരിണാമങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ആ പരിണാമങ്ങൾ അധിഷ്ഠിതമായിരിക്കുന്നത് മനുഷ്യന്റെ ഭാവന വൈവിധ്യത്തെ അടിസ്ഥാനത്തിലാണ്. മനുഷ്യർ അല്ലെങ്കിൽ വിശ്വാസികൾ, ദൈവത്തെ ആശ്രയിക്കുന്നവർ ദൈവത്തെ ഏത് രൂപത്തിൽ സങ്കല്പിക്കുന്നുവോ ആ രൂപത്തിൽ ആ പരമചൈതന്യം പ്രകടമാകുമെന്നാണ്. അതിന് ശക്തിയുള്ളതാണ് ആ പരമചൈതന്യം. ഏത് രൂപത്തിലും പ്രകടമാകാൻ ശക്തിയുള്ള സർവശക്തിത്വമാണ് ആ പരമരൂപം. അതുകൊണ്ട് ദൈവരൂപ പരിണാമങ്ങൾ എല്ലാം തന്നെ മനുഷ്യന്റെ സങ്കല്പങ്ങളാണ്. അതുണ്ടെന്ന് പറഞ്ഞ് മതങ്ങൾ തമ്മിൽ ഒരു വേർതിരിവും ഉണ്ടാകാൻ സാധ്യമല്ല. കൂടുതൽ രൂപപരിണാമങ്ങളെക്കുറിച്ചും വിശ്വാസിയുടെ മനോഭാവത്തെക്കുറിച്ചും നമുക്ക് അടുത്ത എപ്പിസോഡിൽ പറയാം. നന്ദി, നമസ്തേ.